അച്ഛൻ്റെ അമ്മയുടെയും ഇപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അതിന് കൊറേ ഗിഫ്റ്റുകൾ ഞാൻ കൊണ്ടുവരും കേട്ടോ. ഉടുപ്പും പിന്നെ ഒരു ക്യാപ്പും കൊണ്ടുവരും ഞാൻ. ആണോ? ശിവു ഈ ഡ്രസ് ആരുടെയാ? ഈ ഡ്രസ് ആരുടെയാ? മാമയുടെ. അപ്പം പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഇതൊരു വെഡിങ് ആനിവേഴ്സറി വ്ളോഗായിരിക്കും. ഇങ്ങനെയാ കല്ല് വെളിച്ച് എല്ലാം കുട്ടികളും നിലത്ത് നടക്കുമ്പോഴെന്നുള്ള ഇങ്ങനെ കുത്താട്ടോ. അപ്പൊ ഞങ്ങൾ ആരും ഇങ്ങനെ കാലിന് ചെരുപ്പിടാണ്ട് നടക്കാൻ പാടില്ല കേട്ടോ. കല്ല് കുത്തും അല്ലെങ്കിൽ മുള്ളു കുത്തും. മുള്ളു കുത്തിയ നല്ല ചോര വരും, സുഖം ഉണ്ടാവില്ല. കണ്ട ഇവിടെയൊക്കെ കല്ലുണ്ട്. അപ്പോൾ കേരളത്തിൽ മൊത്തം ഇങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾ ചെരുപ്പിടാണ്ട് നടക്കരുത്. അപ്പോൾ അവരെ കാലുമ്പം കല്ലും മുള്ളൊക്കെ കുത്തും. അപ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. ഇതേ പോകണം അങ്ങോട്ട്. ഓന് ഇന്ന് ജലദോഷമായ കാരണം കൊണ്ട് ക്ലാസ്സിൽ വിട്ടിട്ടില്ല കേട്ടാ. അപ്പോൾ ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്തൊന്ന് ഉഷാറായപ്പോൾ സന്ധ്യയായപ്പോൾ മേലൊക്കെ ഒന്ന് കഴുകിച്ചു, മുടിയൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി എടുത്തപ്പോൾ ഒന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ അവള് വിജി ഇപ്പോൾ വരാറായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഈ നിൽക്കണത്. ഇപ്പോൾ വരുന്ന വിചാരിച്ചിട്ട് നിൽക്കണത്. അപ്പോൾ മേമേ 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 എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. അപ്പോൾ വരും. അയ്യോ ഗൈസ്, അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആയി എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് വലിയ പരിപാടികളൊന്നുമില്ല. കേക്ക് കട്ടിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ നടത്താമെന്ന് വിചാരിക്കുന്നത്. ഞാനൊരു ഫോണ് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സംഭവത്തുമ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അത് കാരണമാണ് ഇങ്ങനെ സംസാരിക്കണത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത്രയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ വിജിക്ക് വരണം. പക്ഷെ വിജയനെ നോക്കിയിട്ടിരിക്കുന്നത് കുഞ്ഞുവാവിനെയൊക്കെ കാണാണ്ട് ഇത്തിരി നേരം പോലും ഇരിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വരെ ഇപ്പോൾ ഭയങ്കര മടിയാണ്. പക്ഷേ മടിയല്ല, ഉണ്ണീരുടെ അടുത്തുനിന്ന് പോരാനുള്ളൊരു പ്രശ്നം. അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വഴിയിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ എല്ലാ കൊല്ലമായാലും വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാറില്ല വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ. എന്നാലും പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ചെറിയ കാര്യമായി പോലും ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾ എടുക്കും. അപ്പോൾ ഇന്ന് എന്തായാലും മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ മൂവി പ്രാവശ്യം കണ്ടു ഞാൻ, പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി കണ്ടു. പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശിവനും കൊണ്ടുപോകാൻ പറ്റില്ല. കുട്ടികളെ ചില തിയേറ്ററിൽ കുട്ടികളെ കയറ്റണേ ഇല്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്തായാലും കൊണ്ടുപോകാത്ത ശരി ഉണ്ണിക്ക് ജലദോഷമുള്ള കാരണം കൂടിയാണ് എന്തായാലും കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. നമ്മളായിട്ട് ഉണ്ണിക്കൊന്നും ഇതാക്കണ്ടല്ലോ. പിന്നെ വീട്ടിൽ സേഫ് ആയിരുന്നല്ലോ. പിന്നെ വിജി ഉണ്ടെങ്കിൽ പിന്നെ സുഖമാണ്, അങ്ങനെ ഇരുന്നോളൂ. ശിവു ഇങ്ങോട്ട് പോരെ, ഇപ്പൊ വരും. വായോ ഇങ്ങോട്ട് വാ. ഇവിടെ അച്ഛന് ഇതിൻ്റെ മുകളിൽ വലയിടാൻ നിൽക്കണം കേട്ടോ, കിണറിൻ്റെ മുകളിൽ. ശരി, എന്താ മുറിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കണം. എത്തി ശിവോ, എത്തിയപ്പം ഇങ്ങോട്ട് ഓടിപ്പോര്. ഇതിനെന്താ കയ്യില്? ശിവു കിണി ഇതേ ശിവ കിച്ചൺ സെറ്റാ. വീട്ടു ഭംഗിയുണ്ട് ശിവോ. നീ ഇതുമ്മ കളിക്കാം കുറച്ചു നേരം. ഇതില് പൊടികൾ ഇട്ടരാട്ടാ. ജീരകം, കുറച്ച് ഉലുവ, കുറച്ച് ഉപ്പ്, കടുകല്ല ഉലുവ. കറി വെക്കണം. കറി വിശന്നിട്ട് ശിവോ ഇതിൽ തരുമോ? എന്തിട്ടാ? പിസ ആണോ? നൂഡിൽസ് ആണോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതും കൂടി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണില്ലേ? ഇതിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളിതേ മൂവിക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണേക്കാളും മുമ്പ് അവൻ പറഞ്ഞു നമുക്ക് ഡ്രസ്സ് എടുക്കാൻ കയറാൻ പറഞ്ഞിട്ട് വെസ്റ്റിറ്റോളാണ് കയറിയത്. അപ്പോൾ നമ്മൾ വേറെ ഷോപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിക്ക് പോകണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി ലേറ്റ് ആവണ്ട വേറെ ഷോപ്പുകൾ കയറിയിട്ട്. അപ്പോൾ വെസ്റ്റിറ്റോന് കുറച്ച് അടുത്ത് തന്നെയാണല്ലോ തിയേറ്ററും. അപ്പോൾ അങ്ങനെ
അവിടെ പോയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ശിവുവിനെ കൊണ്ടല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടും പോവാറില്ല, എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശിവനെ കാണിക്കാൻ പറ്റിയ മൂവിയല്ല, ഒരു ഹൊറർ മൂവിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ശിവനെ വീട്ടിലിരുത്തിയിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ സമാധാനത്തിലൊന്നുമല്ല ഞങ്ങൾ പോയത്. ആ മൂവി കണ്ട് കഴിയണ വരെ ഞങ്ങൾക്ക് വലിയ സമാധാനം ഉണ്ടായിരുന്നില്ല. ഇറങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ മൂവിക്ക് കയറിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തുട്ടാ. ഞാൻ ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് തന്നെ മാറി. ഇപ്പം പറഞ്ഞു ആ ഡ്രസ്സ് വേണ്ട, ഇതന്നെ പുതിയത് മേടിച്ചത് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇട്ടു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ പരിപാടികളൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കേക്ക് കട്ട് ചെയ്യണമെന്നോ അങ്ങനെ വേറെ കാര്യങ്ങൾ, ട്രിപ്പ് പോകണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു സിനിമ, അത് മാത്രം. അത് ശിവനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടി പറഞ്ഞു ഇങ്ങനെ ഒരു നല്ല മൂവിയാണ്, എന്തായാലും പോയി കാണാം. ഇപ്പം പോയി കണ്ടു, അപ്പം എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ച കാരണം കൊണ്ട് നടന്നു നോക്കണം. കാണാമെന്ന് വിചാരിച്ച കാരണം കൊണ്ട് അതിപ്പോൾ ശരിക്കൂട്ടാ ഒരു ചേച്ചി അങ്ങനെ കാണാൻ പോയത് പോവാണ്. നമ്മളിപ്പോൾ തിയേറ്ററിന് കുറച്ച് അടുത്താണ്. പിന്നെ എനിക്ക് കുറച്ച് മിഠായി മേടിച്ച് കയ്യിൽ വെക്കണം, പിന്നെ വെള്ളം മേടിക്കണം. ഇവിടെ ഒരു കടയുണ്ട്. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ശിവനൊക്കെ എടുക്കാൻ. അതെ, വീട്ടിൽ പോയി ശിവനെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പോകും. നാളെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയത് രാഗം തിയേറ്ററിലേക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൂവി തുടങ്ങാറായി. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശിവനെ വിളിക്കും, അതായത് വിജീനെ അല്ലെങ്കിൽ അമ്മേനെ മാറി മാറി വിളിക്കും. ശിവ എന്തായി ചെയ്യണേ, ഇരിക്കണുണ്ടോ, കളിക്കണോ, ഭക്ഷണം കഴിക്കണുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളിതേ മൂവിയൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങളിപ്പോൾ ശിവനെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് നമ്മൾ ശിവുവിനെ എടുക്കാൻ പോകണം. കാരണം ശിവു നല്ല വെയിൽ, വഴിയിലേക്ക് വണ്ടി വരും. അപ്പോൾ റോട്ടിലേക്ക് ഇപ്പോൾ ആ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ മൂവിക്കൊക്കെ പോകുമ്പോൾ ഇവിടെ എടുത്തന്നില്ലേ വെഡിങ് പോകുന്നു, വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തുന്ന ഡ്രസ്സില്ല, അത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകാൻ ചെറിയ പ്ലാൻ ഉണ്ട് അല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾ പോവും, ശിവനെ ഉണ്ടായില്ലല്ലോ. അപ്പോൾ ശിവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവണ്ടേ, ഞങ്ങൾ മൂവി കണ്ടു വെച്ചിട്ട് സാധനം ഞങ്ങൾ നടന്നോണ്ടിരിക്കുക. അപ്പൊ തടി കൂടി, വെറുതെ തീറ്റ കൂടിയതാ. മുടിയൊക്കെ വെട്ടി കണ്ടില്ല, സ്റ്റൈലായി. ഗായ്സ് അങ്ങനെ നമ്മൾ ഇതേ വഴിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശിവ വരും 4:03 ഒക്കെ ആകുമ്പോഴാണ് ശിവ വരാ. അപ്പോൾ ഇത് കണ്ടിട്ട് എന്താ പറയാ നമുക്ക് നോക്കാം. വളർത്തിക്കൊണ്ടിരിക്കുക. ഇവനെന്നറിയോ, ഈ ഫ്രണ്ടില് മറ്റേ കണ്ണി കണ്ട ജെല്ലൊക്കെ വാരി വെച്ചിട്ട് ഇവിടത്തെ ഉള്ളു കുറഞ്ഞു. പക്ഷെ ഇവന് ശരിക്കും ഉണ്ടല്ലോ നല്ല ഉള്ള മുടി, എന്നെക്കാളും നല്ല ഉള്ളുണ്ട്. എനിക്ക് വലിയ ഉള്ളൊന്നുമില്ല കേട്ടോ, നല്ല ഉള്ള മുടി. പക്ഷെ ഫ്രണ്ടിലത്തെ കണ്ട മുടിയൊക്കെ നോക്കാം. ശിവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഞങ്ങള്. ഒന്ന് വരാം. ഇപ്പൊ വരൂട്ടോ വണ്ടി, ഞങ്ങള് വെയിറ്റിങ്ങിലാ. നമ്മൾ പാർക്കിൽ പോവാ. നമുക്ക് ഡ്രസ്സ് മാറാം വേഗം. 4:30 ആകുമ്പോ ശിവു 4:30 ആകുമ്പോ അൻവിക്ക് വരും. ശിവുവിന്റെ ഫ്രണ്ട് ഉണ്ട് അൻവിക്ക് വരുന്നുണ്ട്. ശിവു എന്തൊരു കെയറിങ് മുകൾ. ശിവ ശിവ ഇതെന്താ ശിവ, എന്തായിരിക്കും? കേക്ക്. ആ വായോ, ഇഷ്ടായാ? അത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് തരാമോ? അത് അവിടെ വെക്ക്. ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാം. വാ, ഓക്കെ അല്ലേ? ആ, ഡ്രസ്സൊക്കെ മാറിയിട്ട് കഴിക്കാട്ടാ. ഗൈസ് അങ്ങനെ ഞങ്ങളങ്ങനെ വിലങ്ങൻകുന്നിലെത്തി. ഇവിടെ നല്ല സെറ്റപ്പ് ആയിരുന്നു, അതൊക്കെ കളഞ്ഞു.
അപ്പോൾ ഈ വിലങ്ങൻകുന്ന് ഇങ്ങനെയായിരുന്നില്ല കേട്ടോ. ഒരു സൈഡ് നല്ലോണം നിറച്ച് ആ പാർക്ക് ഫുള്ള് നല്ലോണം കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ മാറി. ഇപ്പോൾ തിരക്കുകളൊക്കെ കുറഞ്ഞു. പിന്നെ ഷിവുവിനെ ഹാപ്പി ആക്കുക, ഷിവുവിന് ഒന്ന് കളിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത എന്താ പറയുക കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഷിവുവിൻ്റെ താരുൻ്റെ പോലെ ഒരു ഫ്രണ്ട് തന്നെയാണ് അൻവിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും അൻവിക്കിൻ്റെ അച്ഛൻ ഇവിടെ നാട്ടിലുള്ള കാരണം കൊണ്ട് നമ്മളങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഷിവുവിൻ്റെ എന്താ പറയുക ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അൻവിക്കൂട്ടാ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു. രണ്ട് ഉണ്ണികൾക്കൊരു ഹാപ്പി ആവുമല്ലോ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി അവർക്ക്. ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു. നല്ല രസമാണ് കേട്ടോ. അവിടെ സന്ധ്യ ആകുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല കാറ്റുമുണ്ട്, നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് അവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളവിടെ കുറേ നേരം നടന്നു. പിന്നെ പിള്ളേരൊക്കെ കളിച്ചു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ വരണ ഒരു സ്ഥലമാണ് വിലങ്ങൻകുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നേരെ പോയത് വടക്കുന്നാഥൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് വടക്കുന്നാഥൻ്റെ. ആ ഒരു പരിസരത്ത് പോയിരിക്കുക, ചിലപ്പോൾ 1 മണി 2 മണിക്ക് ആ സമയത്തൊക്കെ ഒന്ന് പോയിരിക്കുക, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. നവംബർ 3-ാം തീയതിയാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി എന്നുണ്ടെങ്കിൽ നവംബർ 5-ാം തീയതിയാണ് വിജിയുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഈ എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കുറേ വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. സാഗർ സർപ്രൈസ് ആയിട്ട് വിജിക്ക് കൊണ്ടുകൊടുത്ത കേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല, പിറ്റേന്നാണ് വന്നത്. കേക്കിൻ്റെ മുകളിൽ ബേബിയുടെ ഒരു സംഭവം ഉള്ള കാരണം കൊണ്ട് ശിവ അത് കഴിച്ചില്ല, കഴിക്കാൻ തോന്നുന്നില്ലേ, വാവയുടെ പോലെ തോന്നുക, അത് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അയ്യോ അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവൻ പറയണ കറക്റ്റായിട്ട് വീഡിയോ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ലേ. 1-2 ദിവസം 3 ദിവസത്തേക്ക് ഒരുമിച്ചാണ് ഇടല്. അപ്പൊ ഇത് അതുപോലത്തെ ഒരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങൾക്കറിയാം, കാണന്നെ അല്ലാണ്ട് ഇപ്പൊ വേറെ ഇതില്ലല്ലോ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഷിവുവിനെ ക്ലാസ് വരുന്ന എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ജലദോഷമൊക്കെ ആയ കാലം കൊണ്ട് ഞാൻ ബാവേരെ അടുത്തേക്കൊന്നും പോവാറില്ല. അപ്പൊ ഇന്നലെ രാത്രി പോയി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വിജിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങോട്ടൊന്ന് പോയി. പിന്നെ കുട്ടി കൊണ്ടുപോയി സാഗറിന്റെ ഞാൻ പോയിന്നല്ല, ഇപ്പം കൊണ്ടുപോയി. അപ്പൊ സാഗർ വിജിക്ക് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കേക്കൊക്കെ കഴിച്ചു. അതായത് കേക്കിന്റെ അത് ഇതിലുണ്ടാവൂലോ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ. അപ്പൊ ഇത് ശിവനെ എടുത്തിട്ട് വരികയാണ്. അപ്പൊ നമ്മള് കുറച്ച് പാപ്പുകൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങള് ചെറുപ്പം തൊട്ടേ പാപ്പു എന്നാണ് പറയുക. ഇപ്പോഴും അതിനൊരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടും അതെങ്ങനെയാണ് പറയണത്. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അപ്പൊ ഞാന് അതുപോലെയാണ് പറയും, ഇപ്പോഴും അങ്ങനെ പറയും പാപ്പു കഴിക്കണം. അപ്പൊ അത് കേട്ടിട്ട് അച്ഛനായാലും ഞങ്ങളുടെ അടുത്ത് അങ്ങനെയാണ് ചോദിക്കുക, പാപ്പു നിന്നിട്ട് മേടിച്ചിട്ട് വരണ്ടേ ചോദിച്ചിട്ടാണ് അച്ഛൻ പോവാ. അപ്പൊ അങ്ങനെ ഇന്ന് ഞാൻ ഒരാളുടെ ജീവൻ രക്ഷിച്ചു. അല്ല അവനെ ഞാൻ രക്ഷിച്ചില്ലേ. ഞാൻ ഫോൺ അടിച്ചില്ലെങ്കിൽ അങ്ങോട്ട് നോക്കില്ലേ, അങ്ങോട്ട് കിടക്കും. പിന്നെ എനിക്ക് പണി പോലീസ് സ്റ്റേഷനിൽ കയറാൻ, ആശുപത്രി കൊണ്ടുപോകണം, ഇതൊക്കെ ചടങ്ങുകളാ. ശിവു വാവനെ കാണാൻ പോവാ. എന്നിട്ടാണോ ഒരു നല്ല ആംഗിളിൽ വെക്കടി. ഇതെന്ത് തന്നെ അടിന്ന് കൂടി നോക്കണ നീ അത് ശിവനെ കാണാൻ. ശിവ പറഞ്ഞോ വീഡിയോ ഇതാണ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അതെ. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അപ്പൊ നമ്മള് ഞാനൊരു വീട് കാണിച്ചാടാ. ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള വീട്. ഇതെല്ലാം വീട് എങ്ങനെ പോയാലും ഒരു കോടി ഒന്നുണ്ടാവില്ല. എന്തുവാ എനിക്കൊന്നും അറിയില്ല. പണി നടക്കണ്ടേ. അടിപൊളി. പോവാൻ പറ്റില്ലേ? ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. എന്നിട്ട് പണി നടക്കുമ്പോ ബോർഡ് വെക്കണ്ടേ? വണ്ടി പോവില്ലാന്ന് കൊണ്ട് ഇതാണ് വീട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഹോം അല്ലേ? നൈറ്റ് നല്ല രസമാണ് കേട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലല്ലേ? അടിപൊളിയാണ്. ഇവിടെ എന്താ പണി നടക്കണ്ടട്ടാ. നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ വെള്ളി മുങ്ങപ്പെടോ. നീ എടുത്തോ, വേഗം എടുത്തോ, ഒഴിക്കാതെ എത്തുള്ളൂ. ഇവിടേക്ക് തോന്നിട്ട് ടാർ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോ എന്തൊക്കെയാ അതില് മേടിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാട്ടാ. അയ്യോ വയ്യ.
ഇനി ഞാൻ കൈ കഴിക്കണ്ട, അതാ പറഞ്ഞേ. അങ്ങനെ പരിപ്പുവടയും ബജ്ജിയും ഉള്ളിവടയും ഉഴുന്നുവടയൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടു ചായ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചായ കുടിക്കുന്ന ടൈമിൽ ഉണ്ണീനെ കുട്ടുണ്ടിയിൽ കൊടുത്തു. പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് നൈറ്റ് അമ്മ മോരിക്കറിയും പിന്നെ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെല്ലിക്കപ്പിലിട്ടത് കൂട്ടി കഴിച്ചു. രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ നെല്ലിക്കപ്പിലിട്ടതൊക്കെ കഴിയാറായിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.